ജാതീയ ഹർത്താലിനെ കുറിച്ച് പറയരുത് എന്ന് കരുതിയതാണ്. ഞാൻ ജാതീയ ഹർത്താൽ എന്ന് പറയുമ്പോൾ കേൾക്കുന്നവർക്ക് ഒരു വിഷമം തോന്നരുത്. സത്യത്തിൽ നടത്തേണ്ടിയിരുന്നത് ഒരു ജനകീയ ഹർത്താലായി. ഹർത്താൽ അനുകൂലികൾ എല്ലാവരും കൂടെ അതൊരു ജാതീയ ഹർത്താലായി മാറി. ഇത് ഞാൻ പറയുമ്പോൾ സ്വാഭാവികമായും ഇപ്പോൾ ഹർത്താലിനെ വിമർശിക്കുന്നവരൊക്കെ സവർണരാകുന്ന സാഹചര്യമാണുള്ളത് എന്ന് എനിക്കും അറിയാം. അതുകൊണ്ട് പറയട്ടെ, ഹർത്താലിന്റെ പ്രചരണാർത്ഥം കൊണ്ടോട്ടി സംഘടിപ്പിച്ച പരിപാടിയിൽ പങ്കെടുത്ത ആളാണ് ഞാൻ. അത് 25-ാം തീയതി ആയിരുന്നു. വിദ്യാർത്ഥിക്ക് നേരെ അവന്റെ ജാതിയെയും വർണ്ണത്തിന്റെയും പേരിലേക്ക് അധിക്ഷേപം നയിക്കുന്നുണ്ടെങ്കിൽ അത്തരം അധ്യാപകര് ഒരു വിദ്യാലയത്തിൽ എങ്ങനെ വന്നു എന്നാണ് നമ്മൾ ചിന്തിക്കേണ്ടത്. 24-ന് ഹർത്താൽ പ്രഖ്യാപിച്ചു എന്നാണ് ഹർത്താലിന് നേതൃത്വം നൽകിയവരിൽ ഒരാളായ സണ്ണി എം കബിക്കാട് പറയുന്നത്. അത് കളവാണ് എന്ന് എനിക്കറിയാം. കാരണം 25-ാം തീയതി ഈ പരിപാടിയുമായി ബന്ധപ്പെട്ട് ഞങ്ങൾ സംസാരിക്കുമ്പോൾ തന്നെ ഏകദേശം 20-ാം തീയതിയോ 22-ാം തീയതിയോ ഹർത്താലിനെ കുറിച്ച് ആ സംഘാടകർ പറഞ്ഞിരുന്നു. അപ്പോ ഒരു പോരാട്ടവും കള്ളം പറഞ്ഞ് വിജയിപ്പിക്കാൻ ശ്രമിക്കരുത് എന്നാണ് സണ്ണി എം കബിക്കാടിനോട് ആദ്യമായി പറയാനുള്ളത്. സംഭവിച്ചു പോയ തെറ്റിനെ കുറിച്ചുള്ള മനസ്സിലാക്കലിന് പകരം അതിനെ അതിദയനീയമായി ന്യായീകരിക്കുന്നത് കാണുമ്പോൾ പറയാതിരിക്കാൻ കഴിയുന്നില്ല. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഹർത്താൽ എന്ന് പറഞ്ഞാൽ ബന്ധല്ല. മറ്റുള്ള പാർട്ടികൾ ഹർത്താൽ നടത്തിയിട്ട് ജനങ്ങളെ ദ്രോഹിച്ചിട്ടുണ്ടോ എന്ന് നോക്കൽ നമ്മുടെ പണിയുമല്ല. തെറ്റിനെ തെറ്റുകൊണ്ടല്ല നേരിടേണ്ടത്, ശരി കൊണ്ടാണ്. തീർച്ചയായും പുരോഗമന സമൂഹത്തിൽ നമ്മൾ മുന്നോട്ടാണ് നടക്കുന്നത്, പിന്നോട്ടല്ല. അതുകൊണ്ട് തന്നെ കാലം മുന്നോട്ട് പോകുന്നതനുസരിച്ച് നമ്മുടെ രീതികൾ മാറ്റേണ്ടതുണ്ട്. മുമ്പ് നമ്മുടെ പൂർവികന്മാർ ഇവർ പറയുന്നവർ ഇതുപോലെ സവർണരാകട്ടെ വേറെ ഏത് സമൂഹമാകട്ടെ മുമ്പ് തെറ്റ് ചെയ്തിട്ടുണ്ട്, അല്ലെങ്കിൽ മുഖ്യധാര രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ മുമ്പ് ഹർത്താലിൽ ബന്ദ് പോലെ പ്രവർത്തിച്ചിട്ടുണ്ട് എന്നതുകൊണ്ട് ഇനി അങ്ങോട്ട് ഞങ്ങളും ഒന്ന് അതുപോലൊക്കെ ചെയ്യട്ടെ എന്ന് പറയുന്നതിൽ ഒട്ടും ന്യായമില്ല. ഹർത്താല് വിജയിച്ചാലും പരാജയപ്പെട്ടാലും മനുഷ്യരെ ദ്രോഹിച്ചുകൊണ്ടാകരുത്. ഞങ്ങൾ വഴി തടഞ്ഞ് ഞങ്ങൾ ഹർത്താൽ വിജയിപ്പിച്ചു എന്ന് പറയാൻ വേണ്ടി റോഡ് തടയുകയും ഒരാഴ്ച മുമ്പേ അറിയിച്ചിട്ടില്ലേ, എല്ലാവർക്കും പുറത്തിറങ്ങാതിരുന്നുകൂടെ എന്നൊക്കെ ചോദിക്കുന്നത് അല്പത്തമാണ്. ഇനി സണ്ണി എം കബിക്കാടിന്റെ വാദം അംഗീകരിച്ചാൽ 24-ന് തിരുവനന്തപുരത്ത് വെച്ച് തീരുമാനിച്ചതാണ് എന്ന് വന്നാൽ സോഷ്യൽ മീഡിയയിൽ ഹർത്താൽ അനുകൂലികൾ തള്ളിമറിക്കുന്ന ഹൈക്കോടതി മാർഗനിർദ്ദേശപ്രകാരം 7 ദിവസം മുമ്പ് നോട്ടീസ് കൊടുത്ത ഹർത്താലാണ് എന്ന വാദം പൊളിയും. മാത്രമല്ല, ഹൈക്കോടതി ഹർത്താൽ നടത്താൻ 7 ദിവസം മുമ്പ് നോട്ടീസ് കൊടുക്കണം എന്ന് പറഞ്ഞ കൂട്ടത്തിൽ അക്രമങ്ങൾ ഉണ്ടാകരുത്, തടയരുത്, മനുഷ്യരുടെ സ്വാതന്ത്ര്യത്തെ നിഷേധിക്കരുത് എന്നുകൂടി പറഞ്ഞിട്ടുണ്ട്. മുമ്പ് നടന്ന പല ഹർത്താലുകളിലും ബന്ദുകളിലും അക്രമ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അത് നമ്മൾ നിഷേധിക്കുന്നില്ല. എന്നാൽ അതിലൊന്നും നേതാക്കൾ തന്നെ അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുകയും എന്നിട്ട് വന്ന് ഹർത്താൽ സമാധാനപരമായിരുന്നു എന്ന് പറയുകയും ചെയ്യുന്നത് നമ്മൾ കണ്ടിട്ടില്ല. അന്ന് നടന്ന അക്രമങ്ങളെ അവർ അപലപിച്ചിട്ടുണ്ട്. ഇവിടെ സംഭവിച്ചു പോയതിനെ അപലപിക്കുകയല്ല, മറിച്ച് അതിനെ കളവ് കൊണ്ട് പൊതിയാൻ ശ്രമിക്കുകയാണ് ചെയ്യുന്നത്. ഇതിന്റെ നേതൃത്വം കൊടുക്കുന്ന ആളുകൾ പറയുന്നത് വളരെ സമാധാനപൂർണമായ ഹർത്താൽ ഞങ്ങൾ നടത്തി, എന്നിട്ട് പോലീസും പത്രക്കാരും കുഴപ്പത്തിലാക്കിയെന്ന. ഈ ഹർത്താലിന്റെ വിഷ്വൽസ് കണ്ട എല്ലാവർക്കും അറിയാം, വളരെ മോശമായ രീതിയിലുള്ള ഇടപെടലുകളിൽ പോലും പോലീസ് സംയമനം പാലിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. എന്നിട്ടും ഹർത്താലിന്റെ നേതൃത്വം പോലീസിനെ കുറ്റം പറയുകയാണ്, പോലീസിന്റെ തലയിലിടാൻ ശ്രമിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു ചാനലിന്റെ ക്യാമറമാനെ അയാളുടെ ക്യാമറ തന്നെ തട്ടിത്തെറിപ്പിക്കാൻ ശ്രമിച്ചിട്ട് ക്യാമറക്ക് അപകടം പറ്റുമ്പോൾ അയാൾ പ്രതിഷേധിക്കും. സ്വാഭാവികമായും ഒരു ജോലി ചെയ്യുന്ന ഒരാൾ അയാളുടെ തൊഴിലുപകരണത്തിന് കുഴപ്പം സംഭവിക്കുന്ന അതിനെ ആരെങ്കിലും ബുദ്ധിമുട്ടുണ്ടാക്കാൻ ശ്രമിക്കുമ്പോൾ സ്വാഭാവികമായും അയാൾ പ്രകോപിതനാകും. അത്തരം സംഗതികളെ വെച്ചിട്ട് വീഡിയോകളൊക്കെ നിങ്ങൾ ഹർത്താലിനെ പൊളിക്കാനാണ് എന്ന വാദമൊന്നും നിലനിൽക്കുന്നതല്ല. മീഡിയ അവർക്ക് കിട്ടിയ വിഷ്വലുകൾ അവർ പ്രചരിപ്പിച്ചു. ആ ഓരോ വിഷ്വലുകളും കാണുമ്പോൾ അതിലുണ്ടാ നിങ്ങളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, ഹർത്താൽ അനുകൂലികളുടെ ഒരു ആറ്റിറ്റ്യൂഡ്, അവരുടെ ഒരു രീതി, അത് തീർത്തും ജനകീയ വിരുദ്ധമായിരുന്നു, സമാധാനത്തിനെതിരായിരുന്നു. അത് മനസ്സിലാക്കി ആ വിഷ്വലുകളൊക്കെ ഒന്നുകൂടി നോക്കി അതിലെ ന്യായീകരണം നിർത്തി. ഉദാഹരണത്തിന് രോഗിയോട് പെരുമാറിയത്, ക്യാൻസർ രോഗിയോട് പെരുമാറിയത് വളരെ മോശമായിട്ടാണ്, തലേ ദിവസം ഹോസ്പിറ്റലിലേക്ക് പോയിക്കൂടായിരുന്നു എന്നൊക്കെ പറയുന്നതിൽ ഒരു ന്യായവുമില്ല. അത് നിങ്ങൾ ഉൾക്കൊള്ളണം. ക്യാൻസർ രോഗിക്ക് പോവാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. ഹർത്താലാണ്, ബന്ധല്ല. ഹർത്താലാണെങ്കിലും ബന്ധാണെങ്കിലും അയാളെ തടയരുത്. തടയുന്നത് നീതിയല്ല. നിതിൻ രാജിനെ ജാതീയമായി ആക്ഷേപിച്ചു എന്നാണ് ആരോപണം. അങ്ങനെയാണെങ്കിൽ ഒരു ജാതിയും പറയാതെ തന്നെ ഈ മനുഷ്യരെ മുഴുവൻ ദ്രോഹിച്ചു എന്നതല്ലേ നിങ്ങൾക്കെതിരെയുള്ള ആരോപണം. അത് നിങ്ങൾ ചെയ്തിട്ടില്ല എന്ന് തെളിയിക്കാൻ നിങ്ങൾക്ക് കഴിയില്ല. കാരണം എല്ലാത്തിന്റെയും ചിത്രങ്ങൾ, വീഡിയോകൾ
സോഷ്യൽ മീഡിയയിലുണ്ട്, വളരെ പരസ്യമാണ്. ഡോക്ടർ BR അംബേദ്കറുടെ പേരിനെയോ ആശയത്തെയോ ഞങ്ങൾ പിന്തുണക്കുന്നു എന്ന് പറയാൻ ഈ ഹർത്താൽ നടത്തിയ അക്രമകാരികൾക്ക് അവകാശമില്ല എന്ന് പറയുന്നതിൽ യാതൊരു മടിയുമില്ല. എന്റെ പ്രിയപ്പെട്ട ദലിത് സഹോദരങ്ങളോട് പറയാനുള്ളത്, നിങ്ങളോട് എനിക്ക് യാതൊരു വിയോജിപ്പുമില്ല. മാത്രമല്ല, പാർശ്വവൽക്കരിക്കപ്പെടുന്ന നിങ്ങളോട് ഇപ്പോഴും പൂർണ്ണ പിന്തുണയാണ്. പക്ഷെ നിങ്ങളുടെ പേരിൽ ഈ ആളുകൾ കാട്ടിക്കൂട്ടിയത് അക്രമമാണ്, അനീതിയാണ്. നിതിൻ രാജിനോട് എന്താണോ ആ സ്ഥാപനം, ആ ഇൻസ്റ്റിറ്റ്യൂഷൻ എന്താണോ ചെയ്തത്, അതിനേക്കാൾ ഭീകരമായ സ്വാതന്ത്ര്യ നിഷേധമാണ്, അനീതിയാണ് ഹർത്താലിന്റെ പേരിൽ ഏതാനും ചില ആളുകൾ കാട്ടിക്കൂട്ടിയത്. അതിന്റെ പാപഭാരം കേരളത്തിലെ മൊത്തം ദലിത് സമൂഹം പേറേണ്ടതില്ല എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് അവസാനിപ്പിക്കുന്നു. ജയ് ഹിന്ദ്, ജയ് ഭീം.